അപ്പോൾ മേളിൽ നിന്ന് അവന് ഡാമേജ് എല്ലാം കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കി, പക്ഷേ പറ്റുകയില്ലാന്ന് മനസ്സിലാക്കിയ കാരണം പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ നമ്മൾ നോക്ക് ചെയ്തത് ഫിനിഷ് ചെയ്തിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഗ്ലൂ വാൾ ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വേറെ എനിമീസും കാര്യങ്ങളൊന്നും കാണത്തില്ല എന്ന്. പക്ഷേ ഇനി നമ്മൾ 3 പേരും കൂടെ ഉള്ളൂ. നമ്മുടെ ടീംമേറ്റ്സ് എല്ലാവരും പോയി നോക്കായി ചത്തിട്ടൊക്കെ ഉണ്ട് ഗൈസ്. ഇനി ഞാൻ മാത്രമാണ് നമ്മുടെ ടീമിൽ നിന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ദേണ്ടട അവിടെ ഒരുത്തനിരിക്കുന്നു. അപ്പോൾ ഞാൻ അവനെ നൈസായിട്ട് അടിക്കാമെന്നൊക്കെ വിചാരിച്ചാണ് സ്കോപ്പ് ചെയ്ത് ഇവിടെ കയറിയിട്ട്. പിന്നെ സോൺ ഷ്രിങ്കായി വരുന്ന അനുസരിച്ച് അവൻ എന്തായാലും ചാടാതിരിക്കത്തില്ല, അല്ലെങ്കിൽ എന്തായാലും നമുക്ക് നോക്കാം എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു. ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ ഗ്ലൂ വാൾ തനിയെ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പം എനിക്കിത് ഇവനെ വേഗം തന്നെ അങ്ങനെ ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റി. പിന്നെ ലൂട്ടും കാര്യങ്ങളെല്ലാം നോക്കുവാണ്. നല്ല രീതിയിൽ ഹെൽത്ത് പോകുന്നുണ്ടായിരുന്നു ഗൈസ്. അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ നേരം നിന്നില്ല, വേഗം തന്നെ ബാക്കിലോട്ട് വലിഞ്ഞ് നമ്മുടെ അലോക്കിൻ്റെ എബിലിറ്റി ഇട്ട് നമ്മുടെ മെഡിക്കിറ്റൊക്കെ യൂസ് ചെയ്ത് ഞാനിങ്ങനെ ഇരിക്കുവാണ്. ആ ഒരു സമയം കൊണ്ട് തന്നെ എനിമി നല്ല രീതിയിൽ ഡാമേജ് ഒക്കെ തന്ന് എനിക്ക് എനിമി എവിടെയാണെന്നൊക്കെ കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റി. അവനാണെങ്കിൽ ഗ്ലൂ വാളിട്ട് ഫ്രണ്ടിലോട്ട് കയറുന്നുണ്ടായിരുന്നു. എനിക്ക് മര്യാദയ്ക്ക് മെഡിക്കിറ്റ് യൂസ് ചെയ്യാനായിട്ടുള്ളൊരു സമയം പോലും കിട്ടിയില്ലായിരുന്നു.